ഞാൻ സ്ക്രോൾ ചെയ്ത് പോലെ ഞാനൊരു സഹായം ചോദിക്കാനായിട്ടാണ് ഒരു വീഡിയോ. എൻ്റെ കൂട്ടുകാരന് 2 കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട്. 10-30 ലക്ഷം രൂപ ചിലവുണ്ട്. അമ്മ കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ എമൗണ്ട് അത്യാവശ്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ആൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് അവിടെയും കുറേ പൈസ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ നമ്മൾ സ്വരുക്കൂട്ടിയതിനെക്കാട്ടും കൂടുതൽ പൈസ വരികയാണ്. ഞാൻ ചോദിച്ചു വരുന്നത്, പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷെയർ ആണെങ്കിൽ ആ ഷെയറിനുണ്ടാവും നന്ദി. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ 1 രൂപ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 1 രൂപ ഈ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും. 10-32 വയസ്സായിട്ടുള്ള ചേട്ടന് കൂട്ടുകാരനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. മാക്സിമം ഷെയറൊക്കെ ചെയ്തു കുറേ, പക്ഷേ എങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ നിന്ന് ഒരു ഷെയർ കിട്ടുമോ, അല്ലാന്ന് നിങ്ങളുടെ നിന്ന് 1 രൂപ മതി, അല്ലെങ്കിൽ ചായ കുടിക്കുന്നതായിട്ടുള്ള ഒരു 10 രൂപ അവർ ഒരു പൈസ അയച്ചു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ജീവൻ രക്ഷിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഓപ്പറേഷൻ കഴിഞ്ഞാലും നമുക്ക് ആൾക്ക് 1 കൊല്ലത്തോളം ചിലപ്പോൾ പണിക്കൊന്നും പോകാൻ പറ്റില്ല. തീരെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ വീടാണ്. ഈ ചേട്ടനാണ് വീട് നോക്കണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് കെയറിങ് വേണം. അപ്പോൾ ഈ എമൗണ്ടിൽ നിൽക്കില്ല. അപ്പോൾ നിങ്ങൾ പറ്റാവുന്ന രീതിയിലൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 1 രൂപയാണെങ്കിൽ 1 രൂപ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇട്. ചിലപ്പോൾ നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും. നമുക്ക് ആരോഗ്യമുള്ള സമയത്താണ് നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. നമുക്കും ചിലപ്പോൾ നാളെ ഈ അവസ്ഥ വരാം. അപ്പോൾ ചോദിക്കുകയാണ്, പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.